ഈ ഒരു ബുഷ് കംപ്ലൈൻറ്റ് വന്നിട്ട് ക്രാക്കായിട്ട് വഴിയിൽ കിടക്കേണ്ട വന്ന ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. നിങ്ങൾ വഴി കടന്നതിനല്ല ഗൈസ്. നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻ എസ്റ്റിലോയാണ്. ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വളരെ കുറവാട്ടോ. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഈ കാർ തിരഞ്ഞു പിടിച്ചിപ്പോൾ മേടിക്കുന്നുണ്ട്. ഇത് 2010 മോഡൽ സെൻ ST ആണ്. ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പേസ് ആണ്. മാത്രമല്ല ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ് വരുന്നുണ്ട്. എയർ കണ്ടീഷൻ, പവർ സ്റ്റിയറിംഗ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ കുറച്ച് കുറവാണ്. നമ്മൾ നോർമലി നിങ്ങൾ കാണുന്ന വീഡിയോസ് പോലെ തന്നെ ഈ ഒരു കാറിൻ്റെ മെയിൻ്റനൻസ് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അബ്രോണിന് ഇടിയോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടിലൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷനാണ്. ഇത് കാറ് കിട്ടിയവൻ ഭാഗ്യവാനാണ്. കാരണം ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് സ്ലെഡ്ജ് വളരെ കുറവാണ് കേട്ടോ. നമുക്കിനി ഡിപ്സ്റ്റിക്കും കൂടെ ഒന്ന് ജസ്റ്റ് അയച്ചു നോക്കാം. ഈ ഒരു കെ സീരീസ് എഞ്ചിൻ്റെ അകത്ത് സ്ലെഡ്ജ് ഉണ്ടോ നോക്കാൻ വളരെ ഈസി ആട്ടോ. കാരണം ക്യാപ്പ് അയച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ ഈ ഒരു ഡിപ്സ്റ്റിക്ക് നോക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ വലിയ രീതിയിൽ മോശമായിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മളിത് റീപ്ലേസ് ചെയ്യാതെ രക്ഷയില്ല. കാരണം ഈ ഒരു ഓണർ ഈ കാറ് മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ആക്സിൽ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണം. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഒരാൾ യൂസ്ഡ് കാർ മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിൽ കുറച്ചൊരു ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത കാർ എന്നർത്ഥം. അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ക്ലച്ചാണ്. ക്ലച്ച് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. കാരണം ക്ലച്ച് റീപ്ലേസ് ചെയ്യാത്ത വണ്ടികൾ ലോങ് ഡ്രൈവിന് ഉപയോഗിക്കുന്ന ഡേഞ്ചറാണ് ഗൈസ്. ഇപ്പോൾ ഈ ഒരു ക്ലച്ചിൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൻ്റെ റിബേറ്റ് ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ ഓണറുടെ ഭാഗ്യത്തിന് റിബേറ്റ് തെളിഞ്ഞു വന്നത് പ്രഷർ പ്ലേറ്റിൻ്റെ സൈഡിലാട്ടോ. ഓക്കെ, നമ്മുടെ ഫ്ലൈ വീലിൻ്റെ സൈഡിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം മോശമാണ്. കാരണം എനിക്ക് കാണാൻ പറ്റും പ്രഷർ പ്ലേറ്റിൽ സ്ക്രാച്ച് വീണിട്ടോ. ഓക്കെ, ഫ്ലൈ വീലിൻ്റെ ഭാഗ്യത്തിന് സ്ക്രാച്ച് വീണിട്ടില്ല. അപ്പോൾ നമ്മുടെ സമയം മോശമായിരിക്കും. ഫ്ലൈ വീൽ റീപ്ലേസ് ചെയ്യണം. നമ്മളിതിൻ്റെ ഇൻസൈഡ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ക്ലച്ചിൻ്റെ പഴയ ഒരു കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. അതെല്ലാം നമ്മൾ പ്രോപ്പറായി ക്ലീൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഫ്ലൈ വീൽ ഒന്ന് കാണിച്ചു തരാം. ഫ്ലൈ വീലിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ ഫ്ലൈ വീൽ വലിയ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ചെറിയ രീതിയിൽ നമ്മളത് ജസ്റ്റ് പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പേപ്പറാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിയർ മെയിൻ സീലൊക്കെ കാണാം. വലിയ രീതിയിൽ മോശമായിട്ടില്ല, ലീക്കൊന്നുമില്ല കേട്ടോ. അടുത്തൊരു ക്ലച്ച് റീപ്ലേസിന് നമുക്ക് അത് മാറ്റാം. ഒരുപാട് എക്സ്പെൻസ് അങ്ങ് കൊടുക്കണ്ട. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുതിയ ക്ലച്ചാണ്. നമ്മൾ വാലിയോയുടെ സെയിം ബ്രാൻഡ് ക്ലച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആക്സിൽ കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പുതിയ ആക്സിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. നമ്മൾ യൂസ്ഡ് കാറുകൾക്ക് കൊടുക്കേണ്ട രീതിയിൽ മെയിൻ്റനൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവട്ടോ. ഇത് റിയർ ബ്രേക്സ് ആണ്. റിയർ ബ്രേക്സ് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ലോക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ലോക്ക് മിസ്സിങ് ആയിരുന്നു ഇതിൻ്റെ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ കാറുകളുടെയും മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ വീൽ സിലിണ്ടറൊക്കെ ചേഞ്ച് ചെയ്തു. ഓയിൽ ഫിൽറ്ററാണ് നിങ്ങൾ കാണുന്നത്. ഓയിൽ ഫിൽറ്റർ, എൻജിൻ ഓയിൽ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓയിൽ നമ്മൾ ഡിസ്ട്രിക്റ്റിൽ നോക്കിയ പോലെ അല്ല കേട്ടോ. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊരു മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എല്ലാവരും അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ത്രോട്ടിൽ ബോഡി ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ത്രോട്ടിൽ ബോഡിയൊക്കെ നമ്മൾ പ്രോപ്പറായി സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തു. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മാരുതിയുടെ ജെനുവിൻ ഫ്ലൂയിഡാണ്. മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ജെനുവിൻ പ്രൊഡക്റ്റുകളാട്ടോ. ലോക്കൽ ഫ്ലൂയിഡിന് വില കുറവാണ്, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇടില്ല. എയർ ഫിൽറ്ററൊക്കെ മോശമാണ്. എയർ ഫിൽറ്ററൊക്കെ മാറിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ മൈലേജ് കിട്ടുള്ളൂ. എയർ ഫിൽറ്ററിലൊക്കെ നല്ല ടെസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഇൻസൈഡിലെ ബുഷ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇൻസൈഡിലെ ബുഷ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബുഷ് ചാടിക്കിടക്കായിരുന്നു കേട്ടോ. കാരണം പക്ഷേ ഈ വണ്ടി എന്തുകൊണ്ടോ ബ്രേക്ക് ഡൗൺ ആയില്ല, അങ്ങനെ ഓടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടക്കും കേട്ടോ. പിന്നെ 3rd ഗിയറും 4th ഗിയറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും പറയാനില്ല, പണി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ബുഷുകളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AC ഇല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എയർ കണ്ടീഷൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ആദ്യം ഇത് ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നോക്കണം. എന്നിട്ട് മാത്രം നമുക്ക് വലിയ രീതിയിലുള്ള പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇവാപ്പറേറ്റർ വർക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതിൻ്റെ എയർ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. നല്ല രീതിയിൽ എയർ ഫ്ലോ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗൈസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം യൂസ്ഡ് കാർ മേടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
നിങ്ങൾ യൂസുകാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എയർ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കേണ്ടതാണ് കേട്ടോ. മാത്രമല്ല നിങ്ങൾ ആ ഒരു എയർ കണ്ടീഷൻ എത്ര എക്സ്പെൻസീവ് വരും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കണം. കാരണം അധികം ആളുകളും പറയും ജസ്റ്റ് കൊണ്ടുപോയിട്ട് AC അങ്ങ് ഫില്ല് ചെയ്താൽ മതി, അപ്പോഴേക്കും വണ്ടി അങ്ങ് തണുക്കും എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അതൊരിക്കലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഗൈസ്. ആ ഒരു എയർ കണ്ടീഷൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഏകദേശം ഒരു 25,000 വരെ എക്സ്പെൻസ് വരാം, മേ ബി നിങ്ങളുടെ ഒരു എയർ കണ്ടീഷൻ ഫെയിലിയർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ കാണേണ്ടി വരും ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.